ടീച്ചർമാർ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് ഇത് ഞാൻ വരച്ചു കൊടുക്കണം. കണ്ടോ, ഞാനിത് കണ്ടിട്ട് വരച്ചു കൊടുക്കണം. ഇത് സ്കൂളിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരവും സെൻസറി ഓർഗനൊക്കെ വരച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചേട്ടയ്ക്ക് വരച്ചു കൊടുക്കണം. ചേട്ടൻ്റെ ഹോംവർക്കാ. കണ്ടോ, ഞാൻ ഇത് നോക്കി വരയ്ക്കരുത് മാറ്. ഇത് നോക്കി വേണം വരയ്ക്കാൻ. ഇതൊരിക്കലേ മനുഷ്യൻ്റെ രൂപം മനസ്സിലായോ? ഇതിങ്ങനെ നോക്കി വേണം വരയ്ക്കാൻ. തലമുടി വരയ്ക്കുക. തലമുടി വരയ്ക്കുക. തലമുടി ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും. കണ്ടോ, ഭീമ അവസാനം മനുഷ്യനായി മതിയായിരുന്നു അല്ലേ? എഡുവേണ്ട സ്കൂളിൽ നിന്നേ ഇത് വരയ്ക്കാൻ പറഞ്ഞു വെക്കണവേ. ഞാനാ വരയ്ക്കുന്നത്. ടീച്ചർമാർ ഓരോരോ വലിയ വലിയ പിക്ചറൊക്കെ പറഞ്ഞു കൊടുക്കും. അവസാനം എന്നെപ്പോലുള്ള പേരൻറ്റ്സ് വേണം ഈ പണിയൊക്കെ ചെയ്യാൻ. അല്ലേ, എന്ത് ചെയ്യാനല്ലേ? നിങ്ങൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ മനുഷ്യനെയും മൃഗത്തെയും എല്ലാം വരയ്ക്കണമില്ലേ? അല്ലേ ഇവിടെ നിനക്ക് പഠിക്കാൻ പറ്റുന്ന സാധനം തന്നിട്ടേ പോലെ ടീച്ചർമാർക്ക്? നിനക്ക് പഠിക്കാൻ പിള്ളേർക്ക് 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നിട്ടേ പോലെ? എനിക്ക് മനസ്സിലാകത്ത്. എങ്ങനെയുണ്ട് എൻ്റെ പിക്ചർ? കണ്ട് സൂപ്പറല്ലേ? അങ്ങനെ ഞാൻ അവസാനം മനുഷ്യനെ വരച്ചു. എങ്ങനെയുണ്ട്? ഒരു ഇതുപോലെ എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുക? നീ എന്താ നീ ചിത്രം പറയാൻ പോണത്? പപ്പ വരച്ചാണെങ്കിൽ നീ വരച്ചു പറയോ? പപ്പ വരച്ചു പറഞ്ഞു കേട്ടോ. നോക്കാനെ നീ ഇങ്ങനെ അടമ്പുണ്ടാക്കാം. ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കട്ടാ. ഞാൻ ഇതൊന്ന് വരച്ചു കൊടുക്കട്ടെ. എൻ്റെ മനുഷ്യനെ കണ്ടോ? അത് കാല്, ഇത് കൈ, ഇത് കൈ, ഇത് കാല്, ഇതും കൈ. ഇല്ല, ഇത് ഹാൻഡ്, ഇത് ഹെയർ, മുടി. എന്താ ഇങ്ങനത്തെ മുടി? ഇടോ നിന്റെ മനുഷ്യൻ അപാര മനുഷ്യനാണല്ലോ. സൂപ്പർ. നീ വീട് വരച്ചപ്പോ മനുഷ്യൻ വരയ്ക്കണ്ടേ? നിനക്ക് ഹോംവർക്ക് കിട്ടിക്കുന്ന മനുഷ്യൻ വരയ്ക്കാനല്ലേ? അപ്പോൾ വീട് വരച്ചില്ല പോവാം. നീ മനുഷ്യൻ വരയ്ക്കുക. ഞാൻ വരച്ച് കാണിച്ചില്ലേ? പറ്റുന്നില്ലേ? ടീച്ചർ പറഞ്ഞോ ഇതുപോലെ മനുഷ്യനെ വരയ്ക്കാൻ പറ്റുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കെല്ലാം പറഞ്ഞോ കേട്ടോ.